ഇന്ന് വളരെ ഒരു ആവേശകരമായി അല്ലെങ്കിൽ ഫുട്ബോൾ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചത് ജർമ്മനിയെ അട്ടിമറിച്ച ഇക്വഡോറിന്റെ വിജയത്തിൻ്റെതായിരുന്നു. ആ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ആവേശത്തിന്റെ പരകോടിയിലായിരുന്നു ടീം ക്യാമ്പ്. ജർമ്മനിയിൽ നിന്നും ജയം തട്ടിയെടുത്തിന്റെ സന്തോഷം മുഴുവൻ പരിശീലകൻ സെബാസ്റ്റ്യൻ ബെക്കാസയിൽ നമ്മൾ കണ്ടിരുന്നു. സ്റ്റേഡിയത്തിലെ സ്റ്റാൻഡുകൾ മറികടന്ന് തന്റെ പ്രിയപ്പെട്ടവരെ ആശ്ലേഷിച്ച നിറമിഴികളോടെ വിജയം ബെക്കാസെ ലോകകപ്പ് ആവേശത്തിന്റെ സുന്ദര കാഴ്ചയായിരുന്നു. അപ്പോൾ മുഹമ്മദ് ബിൻഷ തയ്യാറാക്കിയ ആ റിപ്പോർട്ടിലേക്ക് ഇനി പോകാം. നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് റുദർഫോർഡിലെ പുൽമൈതാനം അങ്ങനെയൊരു കഥ നിങ്ങളെ പരിചയപ്പെടുത്തും. ഫുട്ബോളിലെ അട്ടിമറി കഥകളിലെ പുതിയൊരു അധ്യായം. മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ തോൽവിയുടെ ഷോക്കിലേക്ക് തള്ളിവിട്ട ഈ കഥയിലെ നായകന്മാർ ടീം ഇക്വഡോർ. കളിക്കളത്തിൽ അവർ മെനഞ്ഞ അവിശ്വസനീയ അട്ടിമറി കഥയുടെ തിരക്കഥ എഴുതിയത് സെബാസ്റ്റ്യൻ ബെക്കാച്ചെ, ഇക്വഡോർ ടീമിന്റെ പരിശീലകൻ. കളി തുടങ്ങി 2-ാം മിനിറ്റിൽ തന്നെ ലെറോസ് സാനെ ഇക്വഡോർ ഗോൾ വല കുലുക്കിയപ്പോഴേ പലരും ജർമ്മനിയുടെ വിജയം ഉറപ്പിച്ചു. ഇനി എത്ര ഗോളിന് ഇക്വഡോർ തോൽക്കുമെന്ന് ഉറപ്പിച്ചാൽ മാത്രം മതിയെന്ന കണക്കുകൂട്ടലുകൾ. പക്ഷേ പുൽമൈതാനത്തിന്റെ അതിരടയാളങ്ങൾക്ക് പുറത്ത് ഒരാൾ മറ്റൊരത്ഭുതം പ്രതീക്ഷിച്ച് കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ടീം മാനേജർ സെബാസ്റ്റ്യൻ ബെക്കാച്ചെ. അനുനിമിഷം മാറിമറിയുന്ന ഫുട്ബോളിന്റെ നാടകീയതയിലും തങ്ങളുടെ പോരാട്ട മികവിലും വിശ്വസിച്ച് ടീം ഇക്വഡോർ മുന്നോട്ടു പോയതോടെ കഥയുടെ ആന്റി ക്ലൈമാക്സ് പിറവിയെടുത്തു. വിൽസൺ ആംഗുലോ ജർമ്മൻ വലയിലേക്ക് പന്തടിച്ചു കയറ്റി സമനില പിടിച്ചതോടെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ആഘോഷങ്ങൾ അലയടിച്ചിരുന്നു. ഈ ലോകകപ്പിൽ ഇക്വഡോറിന്റെ ആദ്യ ഗോൾ. പേരുകേട്ട ജർമ്മൻ ആക്രമണത്തിന് മുന്നിൽ പ്രതിരോധത്തിന്റെ കോട്ടമതിൽ കെട്ടി ഇക്വഡോർ തുടർന്ന് കളം നിറഞ്ഞു. ഒടുവിൽ കാത്തിരുന്ന നിമിഷം ഗോൺസാലോ പ്ലാറ്റയിലൂടെ 77-ാം മിനിറ്റിൽ ഇക്വഡോറിന്റെ വിജയമുറപ്പിച്ച ഗോൾ. വിജയത്തിന്റെ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ എല്ലാ കണ്ണുകളും പാഞ്ഞത് പരിശീലകൻ സെബാസ്റ്റ്യൻ ബെക്കാച്ചെയിലേക്ക്. ജയാവേശത്തിന്റെ പരകോടിയിലെത്തിയ ബെക്കാച്ചെ മൈതാനത്തെയും കാഴ്ചക്കാരെയും ഭേദിക്കുന്ന സ്റ്റാൻഡുകളെ മറികടന്ന് ആർത്തു വിളിച്ചു. തന്റെ പ്രിയപ്പെട്ടവളെ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ചു. പയറ്റിയ തന്ത്രങ്ങൾ മൈതാനത്ത് മനോഹരമായി ആവിഷ്കരിച്ച താരങ്ങളെ ആശ്ലേഷിക്കുമ്പോഴും ബെക്കാച്ചെയുടെ മിഴികൾ നിറയുന്നുണ്ടായിരുന്നു. 45-കാരനായ സെബാസ്റ്റ്യൻ ബെക്കാച്ചെ ലോകകപ്പിലെ പ്രായം കുറഞ്ഞ കോച്ചുമാരിൽ ഒരാളാണ്. 2018 ലോകകപ്പിൽ ഹോർഹെ സാംപ് ഓലിക്ക് കീഴിൽ അർജന്റീനൻ അസിസ്റ്റന്റ് കോച്ചായിരുന്നു ബെക്കാച്ചെ. എന്തായാലും വെറുമൊരു ജയമായിരുന്നില്ല ഇക്വഡോർ സ്വന്തം പേരിൽ എഴുതിയത്. പുറത്താകലിന്റെ വക്കിൽ നിന്ന് നോക്കൌട്ടിലേക്ക് കടത്തിയ ജീവശ്വാസമായിരുന്നു അവർക്ക് ജർമ്മനിക്കെതിരെയുള്ള ജയം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.